السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇബ്തിഹാജിന്റെ ഈ മനോഹരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗതനായതിന്റെ ഉദ്ദേശം ഒരു പ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ്. എനിക്കിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം നബിയോടുള്ള സ്നേഹം വിശ്വാസിയുടെ അടയാളം. ഈ വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സ്നേഹമെന്നാൽ വെറുമൊരു വികാരമല്ല, അത് ആത്മാവിന്റെ സംഗീതമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്നാൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്. ഈമാനിന്റെ മാധുര്യം നുകരണമെങ്കിൽ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം സ്ഥിരപ്പെടണം. ആ സ്നേഹം ഒരു അലങ്കാരമല്ല, മറിച്ച് അത് വിശ്വാസിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ അവൻ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവന്റെ സ്പന്ദനങ്ങളിൽ അവിടുത്തെ സ്നേഹം അലിഞ്ഞു ചേർന്നിരിക്കണം. സ്വഹാബികൾ ഈ സ്നേഹത്തിന്റെ ആലുപങ്ങളായിരുന്നു. ഉഹുദ് യുദ്ധക്കളത്തിൽ വെച്ച് പല്ല് തകർക്കപ്പെട്ട പ്രവാചകനെ കണ്ടപ്പോൾ സ്വന്തം ദേഹം പച്ചയാക്കി മാറ്റിയ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ വേർപാടിൽ നീറിപ്പുകഞ്ഞ ബിലാൽ ബിൻ റബാഹ് തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് ആ സ്നേഹത്തിന്റെ വിവിധ രൂപങ്ങളാണ്. സത്യവിശ്വാസി പോലുമല്ലാത്ത ശ്രീനാരായണ ഗുരു പ്രവാചകൻ തിരുമേനിയെ കുറിച്ച് പറഞ്ഞത് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരവിദ്യാകൃതി പൂണ്ട ധർമ്മമോ കാരുണ്യവാൻ നബിമണിമുത്ത് രത്നമോ അതേ മദീനയിലെ ആ രാജകുമാരൻ പഠിപ്പിച്ചത് വെറുപ്പിന്റെ പാഠങ്ങളല്ല, മറിച്ച് കാരുണ്യത്തിന്റെ ഭാഷയാണ്. ആ കാരുണ്യത്തിന്റെ കടലിൽ മുങ്ങിക്കുളിക്കാത്ത ഒരാൾക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം ദർശിക്കാനാവുകയില്ല. നബിയോടുള്ള സ്നേഹം എന്നത് ഒരു വാചകടിയിലോ ആഘോഷങ്ങളിലോ തീർന്നതല്ല, മറിച്ച് അവിടുത്തെ ചര്യകളെ അഥവാ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിയെ പിൻപറ്റുവിൻ, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ വാക്കിലും നാക്കിലും പ്രവൃത്തിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയുണ്ടെങ്കിൽ അവിടെയാണ് നബി സ്നേഹം പൂവണിയുന്നത്. അവിടുന്ന് കാണിച്ചു തരുന്ന വിനയം, ക്ഷമ, സ്നേഹം, വിശ്വസ്തത എന്നിവ നമ്മുടെ ജീവന്റെ ഭാഗമാകണം. എന്നാലാണ് നാം യഥാർത്ഥ സത്യവിശ്വാസിയാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശമായി വന്ന ആ തിരുദൂതരോടുള്ള സ്നേഹം നമ്മുടെ കബറിലും പരലോകത്തും നമുക്ക് തുണയാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ തിരിച്ചറിയൽ രേഖ അവിടത്തോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. നമ്മുടെ കൽബുകളിൽ ആ സ്നേഹത്തിന്റെ